ക്രിസ്തുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയരെ, ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. വചനം സ്വീകരിച്ചുകൊണ്ട് ദൈവരാജ്യത്തെ കടന്നു വന്നുകൊണ്ട് വീണ്ടും ലോകത്തേക്ക് തിരിച്ചുപോയ ആ പത്രോസിനെ കാത്ത് അതിരാവിലെ ദൈവം ഗെന്നേസരത്ത് തടാകത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ! ദൈവമേ, ഹല്ലേലൂയ! യേശുവേ സ്തോത്രം. പ്രിയരെ, നമ്മൾ അനേകർ ഇങ്ങനെയാണ്. ദൈവവചനം കേട്ടുകൊണ്ട് പിന്നെയും തിരികെ പോകുന്നവരാണ്. അങ്ങനെയുള്ള നമ്മെ കാത്ത് ദൈവമായി കർത്താവ് നിൽക്കുകയാണ്. ഹല്ലേലൂയ! നമുക്ക് ചെറിയൊരു പാട്ടൊക്കെ പാടിയാലോ? ഹല്ലേലൂയ! നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മോഹം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി ആടിയനിതാ. പ്രിയസഹോദരങ്ങളെ, പത്രോസ് താൻ സ്വീകരിച്ച വചനത്തിന്റെ ശക്തി, താൻ ഗുരുവായി സ്വീകരിച്ച ക്രിസ്തു എന്താണെന്ന് അവൻ അറിഞ്ഞില്ല. അവൻ അകലെ നിന്ന് ക്രിസ്തുവിനെ കണ്ടു. പ്രിയരെ, വിശ്വാസത്തോടെ നാം കർത്താവിനെ അരികിൽ കാണുമ്പോൾ അവന്റെ ശക്തി, അവന്റെ വലുപ്പം നമുക്ക് മനസ്സിലാവും. എന്നാൽ നാം അകലെ നിൽക്കുമ്പോൾ ഒരിക്കലും കർത്താവിന്റെ ശക്തിയോ അവിടുത്തെ മഹത്വമോ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ! ആകെ ഈ പകൽക്കാലം പ്രിയ സഹോദരനെ, കർത്താവിനെ അടുത്ത് കാണുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ പത്രോസ് അവനെ അടുത്ത് കണ്ടപ്പോൾ, അവൻ പറഞ്ഞത് അനുസരിച്ചപ്പോൾ, ആ യേശുവിനോട് പറഞ്ഞു, നീ നിന്റെ പറഞ്ഞ വലതുവശത്തേക്ക് ആഴത്തേക്ക് ഇറക്കി വല വീശുക, അപ്പോൾ നിറയെ മീൻ കിട്ടി. ഹല്ലേലൂയ! കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയേണ്ട രീതി അറിഞ്ഞാൽ, അടുത്തറിഞ്ഞാൽ അവന്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പത്രോസ് മനസ്സിലാക്കി, ഞാൻ പാപിയാണ്. അവൻ തന്റെ പാപസാഹചര്യം ഉപേക്ഷിച്ചു. അവൻ മനസ്തപിച്ചു. തന്റെ പാവങ്ങളെ ഏറ്റുപറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഹല്ലേലൂയ! പ്രിയ സഹോദരങ്ങളെ, കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥനയായിരിക്കും. കർത്താവേ, ഹല്ലേലൂയ! വചനം കേട്ട് മടങ്ങി പോവാതെ കർത്താവേ, അവിടുത്തെ തിരിച്ചറിൽ എപ്പോഴും ആയിരിക്കുവാൻ നീ എന്നെ സഹായിക്കുമാറാണേ കർത്താവേ. ഹല്ലേലൂയ! അവിടുത്തെ വലുപ്പം അരികിൽ അവിടുത്തെ കണ്ടു ദർശിച്ച് അവിടുത്തെ വലുപ്പം മനസ്സിലാക്കി അവിടുത്തെ മകനായി ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. ഹല്ലേലൂയ! അവിടുത്തെ കാത്തു പരിപാലിക്കണമേ. ഇന്നത്തെ ദിവസത്തെ അവിടുത്തെ ഇരിക്കുന്ന സ്വർഗ്ഗ കർത്താവേ അനുഗ്രഹപ്രദമായി മാറ്റണമേ. ആമേൻ.